നമസ്കാരം. മിനിസ്റ്റർ കെ ഗണേഷ് കുമാർ, സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ തുടർക്കഥയാകുന്നു. എല്ലാവർക്കും അതിൽ ഉത്കണ്ഠയുണ്ട്, നമുക്കും ഉത്കണ്ഠയുണ്ട്. ഞാനും ഗണേഷ് കുമാറിനോട് ഇക്കാര്യം സംസാരിച്ചിരുന്നു. മാത്രമല്ല, നമുക്കൊരു സീറോ ആക്സിഡൻ്റ് എന്നൊരു സംഗതി കേരളത്തിൽ നടപ്പിലാക്കാൻ നമ്മൾ സഹകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ആദ്യം സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതിനകത്ത് എന്തെങ്കിലും ഒരു ചുവടുവയ്പ് നടത്താൻ താങ്കൾക്ക് കഴിഞ്ഞോ? നമ്മൾ സംസാരിച്ചിരുന്ന പ്രകാരം ഭരണ ചുമതലയുള്ള DGPയുടെ നേതൃത്വത്തിൽ ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷണറും ട്രാൻസ്പോർട്ട് MVDയും പോലീസും ചേർന്ന് ഇന്ന് മുതൽ ഒരു ഡ്രൈവ്, അന്ന് നമ്മൾ സംസാരിച്ചിരുന്നു, പോലീസിനെ കൂടി ഇതിൽ ഇൻവോൾവ് ചെയ്യണം, അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഇന്നലെ മുതൽ തീരുമാനമെടുത്തു. ഇന്നലെ എല്ലാ SP-മാരും ഭരണ ചുമതലയുള്ള DGPയും SP-മാരുമായി സംസാരിച്ച്, മോട്ടോർ വെഹിക്കിളുടെ ഉദ്യോഗസ്ഥർ ഇന്നലെ വൈകിട്ടോടെ SP-മാരുമായി നേരിട്ട് സംസാരിച്ച് ഇന്ന് രാവിലെ മുതൽ 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഡ്രൈവ് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഡ്രൈവ് ആരംഭിക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് 24-ൻ്റെ അടക്കമുള്ള ഒരു സഹകരണം, വലിയൊരു പ്രചരണ പരിപാടിയാണ്. ഇതോടൊപ്പം തന്നെ ബോധവൽക്കരണം വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഈ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിൽ ബോധവൽക്കരണം ഇല്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ റോഡ് ഉപയോഗിക്കുന്നവരെല്ലാവരും, വണ്ടി ഓടിക്കുന്നവർ മാത്രമല്ല, നടന്നു പോകുന്നവരും സൈക്കിൾ ചവിട്ടുന്നവരും, പിന്നെ ഈ വ്യാപാര ആവശ്യങ്ങൾക്ക് റോഡ് ഉപയോഗിക്കുന്നവരൊഴിച്ച് അവരും, അതുപോലെ വീടിൻ്റെ പണിക്ക് വേണ്ടി സാധനങ്ങൾ റോഡിൽ ഇറക്കിയിടുന്നവർ, അങ്ങനെയുള്ള എല്ലാവരും ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ആ ജാഗ്രതയെക്കുറിച്ച്, നമ്മൾ വീട് പണിയാൻ സാധനം ഇറക്കുന്നു, അവനവൻ്റെ ആവശ്യത്തിന് ഇറക്കുന്നതാണ് റോഡിലാണ് ഇടുന്നത്. അത് കേരളത്തിലെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അതൊക്കെ തടയാൻ മാധ്യമങ്ങൾ കൂടി, ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ 24-ന് കഴിഞ്ഞാൽ നമുക്ക് ഈ തെറ്റുകൾ, ഓരോരുത്തരും ചെയ്യുന്ന തെറ്റുകൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഞാൻ എന്ത് റോഡിലിറങ്ങുമ്പോൾ ഞാൻ എന്ത് തെറ്റാണ് ചെയ്യുന്നതെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ മാധ്യമങ്ങൾക്ക് കഴിയും. ദൃശ്യമാധ്യമങ്ങൾക്കും സാമൂഹ്യ മാധ്യമങ്ങൾക്കും അത് കഴിയും. അത് ചൂണ്ടിക്കാണിക്കുക. നമ്മൾ ചെയ്യുന്ന ഒരു അബദ്ധം, നമ്മൾ ചെയ്യുന്ന ഒരു നിയമലംഘനം, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ 24-ൻ്റെ സഹായം ഞാൻ തേടിയിരുന്നു. തീർച്ചയായിട്ടും അതുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ശ്രീ ഗണേഷ് കുമാർ, നമ്മൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ആക്സിഡൻറ്റ് തന്നെ ഇല്ലാതാക്കണമെന്നാണ് നമ്മുടെയും ആഗ്രഹം. അതിനുള്ള ബോധവൽക്കരണം നടത്താനും അതുപോലുള്ള കാര്യങ്ങൾ പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാനും മുൻനിരയിൽ തന്നെ 24 ഉണ്ടാകും. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് തന്നെ ഇപ്പോൾ രാവിലെ ഞാൻ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ വന്നിട്ട് ഏതാണ്ട് 3 മണിക്കൂർ ആകുന്നില്ല. ഇതിനിടയിൽ 2 KSRTC ബസ്സിൻ്റെ അപകടം ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ രണ്ടും പമ്പയ്ക്കടുത്താണ്. ഒന്ന് ചാലക്കയത്തും ഒന്ന് അതിൻ്റെ തൊട്ടടുത്ത് പമ്പാവാലിക്കടുത്തുമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യം എനിക്കൊന്ന് KSRTCയുടെ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ KSRTC ഉണ്ടാക്കുന്ന അപകടങ്ങൾ കുറയ്ക്കാൻ താങ്കൾക്ക് എന്താണ് അടിയന്തരമായി ചെയ്യാൻ കഴിയുന്നത്? കാരണം ജനങ്ങൾക്കിപ്പോൾ വല്ലാത്തൊരു ആശങ്ക പിടിപെട്ടിട്ടുണ്ട്. ഒരു സ്ഥലത്ത് കാട്ടാന ആക്രമണങ്ങൾ, മറു സ്ഥലത്ത് ഇത്തരം അപകടങ്ങൾ, മനുഷ്യരെ റോഡിൽ പൊലിയുന്നു. KSRTC ഞങ്ങളൊരു കണക്കെടുത്ത് നോക്കുമ്പോൾ, KSRTC ബസ്സുകളുടെ കണക്കെടുക്കുമ്പോൾ ഈ മദ്യപാനം കുറച്ചതിന് ശേഷം അപകടങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചയിൽ അപകടം ഉണ്ടായിരുന്ന 54 മുതൽ 52, 50, 48 അപകടങ്ങൾ വരെ ഉണ്ടായിരുന്നു. അതിപ്പോൾ 28 മുതൽ 30, 24 ഇങ്ങനെ ഈ നിലയിലേക്ക് താന്നിട്ടുണ്ട്. മരണസംഖ്യ എന്ന് പറയുന്നത് ഒരാഴ്ചയിൽ 8, 9 ആയിരുന്നു. അതിപ്പോൾ 3, 2, 1, ചിലത് ആഴ്ചകളിൽ 0 അങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ അവസാനമായ ഒരു വിലയിരുത്തൽ KSRTC കാണുന്നത്, സ്വിഫ്റ്റ് ബസ്സുകൾ ഓടിക്കുന്ന ഡ്രൈവർമാരാണ് കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത്. കാരണം 3000-ലധികം KSRTC ബസ്സുകൾ KSRTC ഓടുന്നു. സ്വിഫ്റ്റിൻ്റെതായി 600 വണ്ടികൾ ഓടുന്നു. അതിൽ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ KSRTC ഡ്രൈവർമാരെക്കാൾ കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന സ്വിഫ്റ്റിലെ ഡ്രൈവർമാരാണ്. അവരെ 3-4 ദിവസമായി ഇവരെ മുഴുവൻ, കണ്ടക്ടർക്കും ഡ്രൈവറെ തിരുവനന്തപുരത്തേക്ക് വരുത്തുകയാണ്. അവരുമായി ഞാൻ 1 മണിക്കൂർ സംസാരിച്ചതിന് ശേഷം ഈ 3-4 ദിവസങ്ങളിൽ ഞാൻ തന്നെ പങ്കെടുക്കും. അവരുടെ സംസാരിച്ചവരെ ബോധവൽക്കരിക്കുകയാണ്. അതിനുശേഷം മൈലേജ് കൂടുതൽ കിട്ടാനും അപകടം കുറയ്ക്കാനുമുള്ള ഒരു ക്ലാസ്, പിന്നെ ഇവരുടെ കണ്ടക്ടർ കം ഡ്രൈവറാണ്, അവരുടെ ബിഹേവിയർ പാറ്റേൺ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്, ഇതെല്ലാം കൂടി ചേർത്ത് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നേരിട്ട് പറയുകയാണ് അവരുടെ എത്ര ഓഡിയോയിലൂടെ വീഡിയോയിലൂടെ ഒക്കെ പറഞ്ഞിട്ടും അവരനുസരിക്കുന്നില്ല. അവരൊരു ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നതാണ് കാണുന്നത് സ്വിഫ്റ്റിലെ ഡ്രൈവർമാർ. അപ്പോൾ അവരെ അവർ നിയന്ത്രിക്കേണ്ടതുണ്ട്. അവരാണ് ഈ അപകടങ്ങൾ കൂടുതലുണ്ടാക്കുന്നത്. ഇപ്പോൾ ഇന്ന് ചേട്ടൻ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ബ്രേക്ക് പോയിട്ട് വണ്ടി മരത്തിലിടിച്ചത്, അത്തരം പരാതികൾ നമുക്കുണ്ടായിരുന്നു. കാരണം ഈ വണ്ടിയെല്ലാം എയറിലാണ് ഓടുന്നത്. ഞാൻ മിനിസ്റ്ററായിട്ട് വരുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് എയർ ലീക്ക് പരിശോധിക്കാൻ പറയുമ്പോൾ 2000-ലധികം വണ്ടികളിലാണ് എയർ ലീക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് കുറച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും എയർ ലീക്ക് പരിശോധിച്ചിട്ട് നമുക്ക് റിപ്പോർട്ട് തരണം. എയർ ലീക്ക് വരുമ്പോൾ 2 കാരണം: ഒന്ന്, ഡോറ് ശരിക്കടയില്ല; 2, പിന്നെ ഈ ബ്രേക്ക് നഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ സാധ്യത. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വിഫ്റ്റിലെ ഡ്രൈവർമാർക്ക് ഒരു പരാതി, ഞങ്ങൾ പരാതി കൊടുത്താൽ ഞങ്ങളുടെ വണ്ടി റിപ്പയർ ചെയ്ത് തരില്ല, മെക്കാനിക്കൽ സ്റ്റാഫ് വീഴ്ച വരുത്തുന്നതാണ്. അപ്പോൾ അത് ഇന്നലെ മുതൽ അത് പരിഹരിച്ചിട്ടുണ്ട്. വണ്ടി ഓടിച്ചു വരുന്ന ഡ്രൈവറും കണ്ടക്ടറും 2 പേർക്കും സ്വിഫ്റ്റിന് വേറെ രജിസ്റ്റർ,
KSRTC വേറെ രജിസ്റ്റർ, അങ്ങനെ വെച്ചിട്ട് ഇവർ രണ്ട് കൂട്ടരും അവരുടെ പരാതികൾ, വൈപ്പർ ഇല്ല, അല്ലെങ്കിൽ ബ്രേക്ക് കുറവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിയർ പ്രോബ്ലം ഉണ്ട്, ക്ലച്ച്, ഇത് എഴുതി വെച്ചിട്ട് പോകണം. ഈ എഴുതി വെച്ചത് മെക്കാനിക്കൽ ഉദ്യോഗസ്ഥർ പരിഹരിച്ച് കൊടുത്തില്ലെങ്കിൽ അവരുടെ പേരിൽ നടപടിയെടുക്കാൻ ഇന്നലെ മുതൽ ഒരു പ്രത്യേക സ്ക്വാഡ്, ഇതുവരെ നമുക്ക് ടിക്കറ്റ് പരിശോധിക്കാനും മറ്റു കുറ്റകൃത്യങ്ങൾ പരിശോധിക്കാനും വിജിലൻസ് ഉണ്ടായിരുന്നു. മെക്കാനിക്കൽ സൈഡ് പരിശോധിക്കാൻ വേണ്ടി ഇന്നലെ മുതൽ ഒരു വിജിലൻസ് സംവിധാനം KSRTC നിലവിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഗണേഷ് കുമാർ, അടുത്തിടെ താങ്കൾ ഈ പനയമ്പാടത്ത് ഈ കുട്ടികൾ മരിച്ച വീടുകളിലൊക്കെ പോയി നമ്മളെയൊക്കെ വളരെ ദുഃഖാർത്ഥരാക്കിയ ഒരു സംഭവമായിരുന്നു അത്. അവിടുത്തെ റോഡിലൊക്കെ ചില മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ ഇന്നലെ തന്നെ തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഈ നാറ്റ്പാക്ക് പോലെയുള്ള ഏജൻസികൾ പല ശുപാർശകളും നടത്താറുണ്ട്. ഈ 4 വിദ്യാർത്ഥികളെ ജീവൻ കവർന്ന ഈ പനയമ്പാടത്തും അവർ ശുപാർശ ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പലപ്പോഴും ഈ ശുപാർശകൾ നടപ്പാക്കാതെ പോകുന്നു എന്നത് വളരെ വളരെ വിഷമകരമായ കാര്യമാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ വളരെ പ്രായോഗികമായി ചിന്തിക്കണം. ഈ ഒരു തലത്ത് നമ്മൾ സൈറ്റിൽ പോയി ഇറങ്ങി നിന്നാൽ പ്രായോഗികമായി ചിന്തിച്ചാൽ വളരെ തുച്ഛമായ പൈസയ്ക്ക് ഇത് പരിഹരിക്കാൻ കഴിയും. പക്ഷേ ഈ പഠനങ്ങളൊക്കെ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് 50 കോടി 60 കോടി രൂപ വരുന്ന വലിയ വർക്കുകളാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. ആ റെക്കമെൻഡ് ചെയ്യുന്ന വർക്കുകൾ ചെയ്യാനുള്ള സാമ്പത്തികം നമ്മുടെ സംസ്ഥാനത്തിനില്ല, കേന്ദ്ര ഗവൺമെൻറ് തൊട്ട് തരികയുമില്ല. ഇപ്പോൾ കേന്ദ്ര നാഷണൽ ഹൈവേകൾക്ക് വേണ്ടി ഇപ്പം ഇന്ന് 4 മണിക്ക് എല്ലാ വിഭാഗക്കാരെയും വിളിച്ച് ഈ പാലക്കാട് ഇഷ്യൂ സംസാരിക്കുന്നതിന് വേണ്ടി ഒരു ചർച്ച വെച്ചിരിക്കുകയാണ്. ആ ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാകും, അതിന് ഞാൻ സംശയമില്ല. പക്ഷേ അതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരം പഠനങ്ങളിൽ വലിയ ഒരു തുകയ്ക്കുള്ള പഠനങ്ങളാണ്. അതിന് പല പഠനങ്ങളും ഫ്രീസറിലിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞത് അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ സാമ്പത്തികം 1, 2 മറ്റ് കാര്യങ്ങളും പ്രൊസീജിയേഴ്സും എല്ലാം വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും. പക്ഷേ നമ്മളൊരു പ്രായോഗികമായി ചിന്തിച്ചപ്പോൾ താങ്കൾക്ക് തന്നെ ചിന്തിക്കാം, ചേട്ടനാലോചിക്കുക, ഇടപ്പള്ളിയിൽ ഒരു ട്രാഫിക് കുരുക്കുണ്ടായിരുന്നു. 2 മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ തന്നെ അവിടെ കിടന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ഡ്രൈവർ എന്ന നിലയിൽ ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോഴും വണ്ടി ഇരിക്കുമ്പോഴും കാണുന്ന ഒരു പ്രായോഗികത ഞാൻ മന്ത്രി എന്ന നിലയിൽ അവിടെ നടപ്പിലാക്കി. ആ നടപ്പിലാക്കിയ പദ്ധതി നെടുമ്പാശ്ശേരി മുതൽ നമ്മൾ ഏതാണ്ട് എറണാകുളം ജില്ലയിൽ എല്ലാ കുരുക്കുകളും അഴിക്കാൻ നമുക്ക് കഴിഞ്ഞു. കളമശ്ശേരിയിലെ കുരുക്ക് അഴിക്കാൻ കഴിഞ്ഞു, ആലുവയിലെ കുരുക്ക് അഴിക്കാൻ കഴിഞ്ഞു, പറവൂർ കവല, ഇങ്ങനെ നെടുമ്പാശ്ശേരി, ഇങ്ങനെ എല്ലാ സ്ഥലത്തെയും കുരുക്കുകൾ അഴിക്കും. അങ്കമാലി മാത്രമാണ് ഇപ്പോഴും ഒരു അല്പം പ്രശ്നമുള്ളത്. അത് അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെയും അവിടുത്തെ MLA ഒരു സഹകരണക്കുറവുണ്ട്. തുറന്നു പറയുന്നുണ്ടെന്ന് തോന്നരുത്. അവർ ഈ പ്രായോഗികമായി പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറല്ല. അവരെന്തെങ്കിലുമൊക്കെ ഈ രാഷ്ട്രീയം എന്ന നിലയിൽ തടസ്സങ്ങൾ പറയാൻ, ആ തടസ്സമല്ല, ആ തടസ്സങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ട് നമ്മൾ ബോൾഡായിട്ടൊരു സ്റ്റെപ്പ് എടുത്താൽ, ഇപ്പോൾ ഇടപ്പള്ളിയിൽ രാവിലെ നിർദ്ദേശിച്ചിട്ട് വൈകിട്ട് 4:30 മണിക്ക് മുമ്പേ ഒരു പ്ലാൻ നടപ്പിലാക്കുകയായിരുന്നു. കളമശ്ശേരിയിൽ അവിടുത്തെ MLA മന്ത്രി രാജീവിൻ്റെ വലിയൊരു സഹകരണം, കാരണം നല്ല നിലയിൽ അത് പരിഹരിക്കാൻ അവിടുത്തെ നാട്ടുകാരും മുനിസിപ്പാലിറ്റിയും എല്ലാം വളരെ കാര്യമായിട്ട് സഹകരിച്ചു. ചാലക്കുടിയിൽ സഹകരിച്ചു, അതുപോലെ കാലടി, എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും, ആലുവ മുനിസിപ്പാലിറ്റി, ഇവരെല്ലാം വളരെ കാര്യമായി സഹകരിക്കുമ്പോൾ നമ്മളോടൊന്ന് സഹകരിച്ചാൽ മതി. ബോൾഡായിട്ട് നമ്മൾ ചില ഡിസിഷൻ എടുത്താൽ, കാലടിയിലെ കുരുക്കെന്ന് പറയുന്നത് വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന വലിയ കുരുക്കായിരുന്നു. അത് അഴിക്കാൻ വേണ്ടി അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻകാരും വ്യാപാരികളും പഞ്ചായത്തും ഒരുപോലെ താല്പര്യം കാണിച്ചു എന്നുള്ളത് നമുക്ക് വളരെ അനുഗ്രഹമാണ്. കാരണം അതുപോലെ ഈ പ്രായോഗികമായ പരിഷ്കാരം, ഇപ്പോൾ ഞാൻ പാലക്കാട് പോയി അപകടം നടന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ അവിടെ കണ്ടത് ഒരു പ്രായോഗികമായ പരിഷ്കാരം മാത്രമാണ്. ഒരു ഡ്രൈവർ, വണ്ടി ഓടിക്കുന്ന ആളെന്ന നിലയിൽ ഈ അപകടം എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും, ഇപ്പോൾ ചേട്ടനും വിലയിരുത്താം, നമുക്ക് വിലയിരുത്താം, നാട്ടുകാരുടെ അഭിപ്രായത്തിന് വിലയുണ്ട്. അല്ലാതെ ഈ അഗാധമായ പഠനങ്ങളുടെ ഒന്നും ആവശ്യമില്ലെന്നാണ് പലപ്പോഴും തോന്നുന്നത്. അത് വലിയ എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കും, അത് നടക്കാതെ പോകും. ഗണേഷ് കുമാർ, എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പലപ്പോഴും നമ്മുടെ അനുഭവത്തിൽ വരുന്ന ഒരു കാര്യം, ഈ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഏകോപനമില്ലാതെ പ്രവർത്തിക്കും. ഇപ്പം തന്നെ താങ്കൾക്ക് ഈ റോഡ് അപകടങ്ങളെ കുറയ്ക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. താങ്കൾ പലപ്പോഴും എന്നോട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് PWD, അതുപോലെ ആഭ്യന്തര വകുപ്പ്, പോലീസ് സംവിധാനം, KSRTC, നമ്മുടെ ഗതാഗത വകുപ്പ്, അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ഇതെല്ലാം ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ, അത്തരമൊരു ഏകോപനം വിജയകരമായി ശ്രമിച്ചാൽ മാത്രമേ നമ്മളീ പറയുന്ന അപകടരഹിത റോഡുകൾ നമുക്കുണ്ടാക്കാൻ കഴിയൂ. അതിനെക്കുറിച്ച് താങ്കൾ നടത്താൻ പോകുന്ന നീക്കം എന്തായിരിക്കും? പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയൊക്കെ ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള പിന്തുണ നൽകുന്നുണ്ടല്ലോ. അതിൻ്റെ തുടക്കം എന്ന നിലയിലാണ് പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് ഇന്നൊരു ഓപ്പറേഷൻ ആരംഭിക്കുകയാണ്. അതിൽ മൊബൈൽ ഫോൺ സംസാരിച്ച് യാത്ര ചെയ്യുക, മദ്യപിച്ച് യാത്ര ചെയ്യുന്നവരെ പിടിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് റദ്ദാക്കുന്നതായിരിക്കും. ഇന്നലെ ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു ചർച്ച നടത്തി. പ്രൈവറ്റ് ബസ് ഉടമകളുമായി ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. അവരുടെ 4 സംഘടനകളെയും വിളിച്ചു വരുത്തി അവരുമായി ദീർഘമായ ചർച്ച നടത്തി. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞൊരു ആശയം ഞാൻ അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്ന് മുതൽ ഒരു ആക്സിഡൻറ്റിന് പ്രൈവറ്റ് ബസ് കാരണക്കാരനായ, നമ്മൾ കണ്ടു തിരുവനന്തപുരത്ത് ഒരു ആക്സിഡൻറ്റ്, നമ്മളെല്ലാം വളരെ ദുഃഖകരമായൊരു കാഴ്ചയായിരുന്നു. ഒരു സഹോദരനെ 2 വണ്ടികൾക്കിടയിൽ ഞെരിഞ്ഞു മരിക്കുക എന്ന് പറയുന്ന ആ വളരെ ഭീകരമായ ഭയാനകമായ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത്തരം സംഭവങ്ങളിൽ
അതൊരു ഒരു കൊലപാതകം തന്നെയാണ്. കാരണം വെച്ചാൽ നിയമലംഘനം നടത്തിക്കൊണ്ട് ഒരാളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. KSRTC ബസ്സിൻ്റെ മുമ്പിൽ കയറി പണം കൂടുതൽ സമ്പാദിക്കാനുള്ള ഡ്രൈവർക്ക് മുതലാളി നടത്തിയ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ അപകടം. അങ്ങനെ KSRTC ബസ്സിൻ്റെ മുമ്പിൽ കയറി പോകേണ്ട കാര്യമില്ല, പ്രൈവറ്റ് ബസ് തമ്മിൽ മത്സരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നലെ ഞങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുന്നത് വെച്ചാൽ ഞാൻ അവരെ അറിയിച്ചു, അവരത് സമ്മതിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതായത് ഒരു വണ്ടി ഇടിച്ച് മാരകമായി പരിക്കേൽക്കുന്ന ഒരു ദൃശ്യം നമുക്ക് ലഭ്യമാവുകയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഇടിക്കുക, അങ്ങനെയുള്ള റോഡ് സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നവർ ഇടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇനി മുതൽ RTO വിലയിരുത്തും. അപകടത്തിൻ്റെ കാരണക്കാരൻ ഡ്രൈവറാണ് എന്ന് കണ്ടാൽ ബസ്സിൻ്റെ പെർമിറ്റ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും. ആ അപകടത്തിലൂടെ ഒരു മരണമോ ഒന്നോ അതിലധികം മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 6 മാസത്തേക്ക് പെർമിറ്റും റദ്ദാക്കും. അത് തീരുമാനിച്ചു തരണം, അതിന് മാറ്റമില്ല. അവർക്ക് എന്തെങ്കിലും എതിരുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം. കാരണം ബഹുമാനപ്പെട്ട കോടതി അതിനെതിരെ പറയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇതൊന്ന് അവസാനിപ്പിക്കണം. കാരണം എല്ലാവരും മോശക്കാരായ ബസ് ഉടമകളല്ല. ബസ് ഉടമകളിൽ ചില ആളുകൾ ഗുണ്ടകളെയാണ് ഇത് ഓടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ പോലീസ് റെക്കോർഡ് പരിശോധിച്ചാൽ ഗുണ്ടകളും ചട്ടമ്പികളുമായ ആളുകളെ ഇത് ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അത് തടയുന്നതിന് വേണ്ടിയിട്ട് ഇനി പോലീസ് എല്ലാ ഉടമകളോടും പറഞ്ഞിരിക്കുന്നു, പോലീസ് വെരിഫിക്കേഷൻ, എൻ്റെ ഡ്രൈവർ അല്ലെങ്കിൽ കണ്ടക്ടർ, ക്ലീനർ, അവരെ പോലീസ് വെരിഫിക്കേഷൻ വാങ്ങി മാത്രമേ ഇനി ജോലിക്ക് വയ്ക്കാൻ സമ്മതിക്കൂ. ആ സർട്ടിഫിക്കറ്റ് വാങ്ങി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർക്ക് നൽകണം. അത് അത്തരം കാര്യങ്ങളിൽ, കാരണം യാത്രക്കാർക്കും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ, പെൺമക്കളൊക്കെ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ വളരെ മോശമായ പെരുമാറ്റം പ്രൈവറ്റ് ബസ്സിൻ്റെ കണ്ടക്ടർമാരിൽ നിന്ന് ഡ്രൈവർമാരിലൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ അവരെ നിയന്ത്രിക്കാൻ ഒരു മാർഗ്ഗമില്ല എന്ന് പറയുന്നത് ശരിയല്ല. അവരെ നിയന്ത്രിക്കാൻ തീരുമാനിച്ചു, ഉടമകൾ അത് സമ്മതിച്ചിട്ടുണ്ട്. ഇനി പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാവും. പിന്നെ പ്രൈവറ്റ് ബസ് ഡ്രൈവർമാർക്ക് ഓരോ ബാച്ചായിട്ട് IDTRൽ ഡ്രൈവിങ്ങിനെ കുറിച്ചും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും ഡ്രൈവിങ്ങിൻ്റെ അച്ചടക്കത്തെക്കുറിച്ചും ട്രെയിനിങ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ RTO ഓഫീസിലും ജോയിൻറ്റ് RTO ഓഫീസിലും ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും വേണ്ടി ഒരു ജനറലായിട്ടുള്ള ഒരു ട്രെയിനിങ് ഉടൻ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ നേതൃത്വത്തിൽ ആരംഭിക്കും. അതുകൂടാതെ ഇവർ ഡ്രൈവറായി സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ ബാച്ചായിട്ട് ഒരു 10-20 പേര് വീതം IDTRൽ, ഇടപ്പാളിൽ IDTRൽ അല്ലെങ്കിൽ അതിൻ്റെ സബ് സെൻറ്ററിൽ അയച്ച് ഡ്രൈവിങ്ങിൻ്റെ ഒരു പരിശീലനം, ട്രാഫിക് നിയമങ്ങൾ എങ്ങനെ പാലിക്കണം, എങ്ങനെ ട്രാഫിക് അച്ചടക്കം എങ്ങനെ പാലിക്കണം എന്നവരെ പഠിപ്പിച്ചേ പറ്റുള്ളൂ. നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മുടെ ബേസിക് ലൈസൻസിൽ, ചേട്ടൻ മനസ്സിലാക്കണം, ആ ബേസിക് ലൈസൻസിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കണം, ബേസിക് ലൈസൻസിൽ ഇത്തരം യാതൊരു ഡ്രൈവിംഗ് കൾച്ചറിനെ പറ്റിയും പഠിപ്പിക്കാത്ത ഏക രാജ്യം ഒരുപക്ഷെ ഇന്ത്യയായിരിക്കും, കേരളമായിരിക്കും. അത് മാറ്റി തന്നെ എടുക്കും, അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ഗണേഷ് കുമാർ, പുതിയൊരു റോഡ് സംസ്കാരം കൊണ്ടുവരാനാണല്ലോ താങ്കൾ ഇപ്പോൾ ശ്രമിക്കുന്നതും മന്ത്രിസഭ ലക്ഷ്യം വയ്ക്കുന്നതൊക്കെ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ നമ്മുടെ സംസ്ഥാനത്ത് വന്നപ്പോൾ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു ആളുകൾക്ക്. എന്നാൽ ഈ AI ക്യാമറകൾ വേണ്ട ഫലം കണ്ടില്ല എന്ന രീതിയിലാണോ ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്? AI ക്യാമറകൾ ഫലം കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ധാരാളം ഫൈനും ചെല്ലാനും അടിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ, ഒരു കണക്ക് പറഞ്ഞാൽ, ഇപ്പോൾ ചെല്ലാൻ അടിച്ച് സൂക്ഷിച്ചിരിക്കുന്നത് 37 ലക്ഷം ചെല്ലാൻ കുറ്റകൃത്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പ്രതിപക്ഷ നേതാവ് കൊടുത്തൊരു കേസുണ്ട് ഇതിനെതിരെ. ആ കേസിൻ്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് പണം അനുവദിക്കാത്തത് കൊണ്ടും ആ കേസിലൊരു തീരുമാനമാകാത്തത് കൊണ്ടും ഈ ചെല്ലാനുകൾ അയക്കാൻ കഴിയുന്നില്ല. ഈ ചെല്ലാൻ ഏറ്റവും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കേരളത്തിന് ഈ ചെല്ലാൻ ആൾക്കാർക്ക് അയച്ചു കൊടുത്താൽ 360 കോടിയിലധികം രൂപ ഉടൻ പിരിഞ്ഞിട്ടും. പക്ഷെ അയക്കാൻ നിവൃത്തിയില്ല. 25 ലക്ഷം ചെല്ലാൻ അയക്കാനാണ് നമുക്ക് അനുവാദം. ആ ചെല്ലാൻ അയച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് 37 ലക്ഷം ചെല്ലാൻ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ അത്ര കൂടുതൽ അപകടങ്ങൾ കേരളത്തിലെ ആൾക്കാർ AI ക്യാമറ പിടിച്ചത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണോ താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത്? പിടിച്ചിട്ടുണ്ട്. അതെ, വലിയൊരു നമ്പറാണ്. കാരണം കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് അല്ല, ക്യാമറ എടുത്ത് AI ക്യാമറ വലിയ നമ്പറാണ്, 37 ലക്ഷത്തിലധികം വരുന്നുണ്ട്. അത് ആ ചെല്ലാൻ അടയ്ക്കാൻ അയച്ചു കൊടുത്താൽ തന്നെ കേരളത്തിന് 360 കോടിയിലധികം രൂപ പിരിഞ്ഞു കിട്ടും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം അത്രയ്ക്കധികം കുറ്റകൃത്യങ്ങളുണ്ട്. അതിങ്ങനെ എല്ലാ ദിവസവും ചെല്ലാൻ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും. ഇപ്പം ഞാൻ പറഞ്ഞ കണക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ ദിവസവും ഈ ക്യാമറ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ കേസിൻ്റെ പേരിൽ നമുക്ക് ഒരു അയക്കാൻ കഴിയുന്നില്ല. ഞാൻ AGയുമായി ബന്ധപ്പെട്ടു, അഡ്വക്കേറ്റ് ജനറൽ. അദ്ദേഹം പറഞ്ഞു ഇനി അയക്കാം, കോടതി അതിൽ തടസ്സം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ വ്യവസായ മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിൽ നിന്നും ഈ ചെല്ലാനുകൾ അയക്കാനുള്ള ഏർപ്പാട് ചെയ്യും. കാരണം അത് വലിയൊരു സംഖ്യയാണ്. മാത്രമല്ല, ഞാൻ ഭയപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറയുന്നതാണ്. ഈ നമ്മളൊരു കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് ഈ മരണത്തെക്കുറിച്ച്. കേരളത്തിൽ 2023, 24, 24 തമ്മിൽ താരതമ്യം ചെയ്താൽ ജാനുവരി മാസത്തിൽ, ഇപ്പോൾ എന്തുകൊണ്ടോ ഈ സമയത്ത് നമ്മൾ മീഡിയയും അതുപോലെ ജനങ്ങളും ഈ നമ്മുടെ റോഡ് സൈഡിലൊക്കെ സ്ഥാപിച്ചുള്ള ക്യാമറകളിലും അപകടങ്ങൾ പെടുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. 2003 ഇതേ ജനുവരി മാസത്തിൽ 408 മരണങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചത്, വാഹനാപകടം. ഈ വർഷം അത് 354 കുറഞ്ഞിട്ടുണ്ട്. ഇത് ചില മാസങ്ങൾ ഒഴിച്ച് ബാക്കി മാസങ്ങളിലെല്ലാം കുറഞ്ഞിരിക്കുകയാണ്. മാർച്ച് മാസത്തിൽ 361 എന്നുള്ളത് 339 23, 24 തമ്മിലുള്ള താരതമ്യമാണ് ഞാൻ പറയുന്നത്.
ഫെബ്രുവരിയിൽ 368 327 കുറഞ്ഞു. പിന്നെ പക്ഷേ ഏപ്രിൽ മാസത്തിലായപ്പോൾ ഈ 383 എന്ന് 2003 കണ്ട സംഖ്യ വർദ്ധിക്കുകയും 392 വർദ്ധിക്കുകയും ചെയ്തു. മരണം, കേരളത്തിലെ മരണത്തിൻ്റെ സംഖ്യയാണ് ഞാൻ പറയുന്നത്. ജൂൺ മാസത്തിൽ ഏതാണ്ട് തത്തുല്യമായി 282 മരണമാണ് 2 വർഷം സംഭവിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ വർധനമുണ്ട്. മെയ് മാസത്തിൽ കുറവുണ്ട്, 378 നിന്ന് 321 കുറഞ്ഞിട്ടുണ്ട്. ജൂലൈ മാസത്തിൽ 283 നിന്ന് 239 കുറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റിൽ 361 നിന്ന് 251 കുറഞ്ഞു, നല്ല നിലയിൽ കുറഞ്ഞു, 251. സെപ്റ്റംബറിൽ 279 നിന്ന് 344 വർദ്ധിച്ചു സെപ്റ്റംബർ മാസത്തിൽ. അതുപോലെ പിന്നെ ഒക്ടോബർ മാസത്തിൽ 307 എന്നുള്ളത് 317 വർദ്ധിച്ചു. നമ്മൾ കണ്ടുവരണം ഈ അടുത്ത കഴിഞ്ഞ മാസങ്ങളിൽ, താങ്കൾ പറഞ്ഞ പോലെ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന അപകടത്തിൻ്റെ വർധനവാണ്. ഇപ്പോൾ നവംബർ മാസത്തിൽ 278 2003, ഇപ്പോൾ 2023 കഴിഞ്ഞ് 24 എത്തുമ്പോൾ ഇപ്പോൾ തന്നെ 276. ഡിസംബറിൽ 2023 392 ആയിരുന്നു. ഇപ്പോഴത്തെ കണക്ക് വന്നിട്ടില്ല. ഓക്കെ ഗണേഷ് കുമാർ, ഇത് നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യം ലോകമെമ്പാടും ഇരുന്ന് മലയാളികൾ, പല രാജ്യത്ത് ജീവിക്കുന്ന മലയാളികളൊക്കെ കാണുന്നുണ്ട്. ഇത്ര കൂടുതൽ അപകടങ്ങൾ ആ നാട്ടിലൊന്നും ഇല്ല, പല കാരണങ്ങൾ അതിനുണ്ടാകാം. അപ്പോൾ ലോകത്തിലെ മലയാളികൾ പലപ്പോഴും നമ്മുടെ യൂട്യൂബ് വഴിയൊക്കെ തന്നെ താങ്കളോട് ഇപ്പോൾ ചോദിക്കണമെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും അയക്കുന്നുമുണ്ട്, ചില പ്രേക്ഷകരുമൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ ആ യൂട്യൂബ് സന്ദേശങ്ങൾ ഒന്നാമത് വായിക്കാൻ നമുക്ക് സമയക്കുറവുണ്ട്. എന്നിട്ടാണ് ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, അപ്പോൾ ഈ റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ഡ്രൈവേഴ്സും കണ്ടക്ടേഴ്സും മാത്രമല്ല, ഈ മറ്റുള്ളവരുമുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ റോഡ് സംസ്കാരം കേരളത്തിന് വേണം. അതിനുവേണ്ടി താങ്കൾ ജനങ്ങളോട് നടത്തുന്ന ഒരു അഭ്യർത്ഥന എന്താണ്, പ്രത്യേകിച്ചും കേരളത്തിലെ റോഡുകൾ ഉപയോഗിക്കുന്ന ആളുകളോട്, പ്രത്യേകിച്ച് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളോട്? അല്ല, ഓരോരുത്തരും ഒരു അച്ചടക്കം പാലിക്കണം. നടന്നു പോകുന്നവർ അച്ചടക്കം പാലിക്കണം. റോഡ് ക്രോസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ ശ്രദ്ധിച്ച് തിരിക്കണം. നമുക്കറിയാം ഓട്ടോറിക്ഷ അത്ഭുതകരമായി, നമ്മൾ ഈ ഓട്ടോറിക്ഷ ഉണ്ടായ കാലം കൊണ്ട് ഒരു അത്ഭുതമുണ്ട്. യു ടേൺ, അപ്പോൾ ചേട്ടൻ കുറേ കാലം തിരുവനന്തപുരത്ത് ജീവിച്ചാണ്, അപ്പോൾ ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷ യു ടേൺ എടുക്കുന്ന, നടു റോഡിൽ യു ടേൺ എടുക്കുക, ഇടിക്കുക, ഇതൊക്കെ ശ്രദ്ധിക്കണം. സ്കൂട്ടറുകൾ തിരിയുമ്പോൾ, പ്രത്യേകിച്ച് ലേഡീസ് ഓടിക്കുന്ന സ്കൂട്ടറുകൾ തിരിയുമ്പോൾ ഇരുവശവും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം യു ടേൺ എടുക്കുക, തിരിയുക എന്നുള്ളതാണ്. നമുക്ക് എവിടെയും തിരിയാം. ലോകത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും ഒരു ഡ്രൈവിംഗ് കൾച്ചറുണ്ട്. ഇവിടെ ആ കൾച്ചറല്ല. ആ കൾച്ചർ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ശവക്കുഴി തോണ്ടിയിട്ട് ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ വയറ്റത്തടിക്കുകയാണെന്ന് പറഞ്ഞ് കുഴി കയറി കിടക്കുകയാണ്. കഞ്ഞി വെച്ച് സമരം നടത്തുകയാണ്. കഞ്ഞി വെച്ച് സമരം നടത്തേണ്ട. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കൂ, 186 പേര് KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ, തിരുവനന്തപുരം ഡ്രൈവിംഗ് സ്കൂളിൽ മാത്രം ചേർന്നിട്ടുണ്ട് ഇതുവരെ. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ അവിടെ ഞങ്ങൾ ചിലവ് ഏറ്റവും കുറച്ചാണ്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് KSRTCയാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പിന്നെയും കുറവാണ്, സ്ത്രീകൾക്കും കുറവാണ്. എല്ലാവർക്കും കുറച്ച് വെച്ച് നമ്മൾ ഡ്രൈവിംഗ് നടത്തുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കളക്ഷൻ 15 ലക്ഷം രൂപയാണ്. ഞങ്ങൾക്ക് ചിലവായത് എങ്ങനെ പോട്ടെ, ചിലവിൻ്റെ കണക്ക് മൊത്തം കൂട്ടി പറയാം. ഒരു 15 ലക്ഷം രൂപയിൽ ഒരു 12-13 ലക്ഷം രൂപ ചിലവായി നമുക്കൊരു കണക്കെടുക്കാം, വെറുതെ ഒരു കണക്ക്. എങ്കിൽ പോലും നമുക്ക് 2-3 ലക്ഷം രൂപ ലാഭമുണ്ട്. അപ്പോൾ ഈ കഞ്ഞി വെച്ചതും കുഴിയിൽ കിടന്നതുമൊക്കെ തട്ടിപ്പായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. KSRTC സർക്കാർ ശമ്പളവും, കാരണം പഠിപ്പിക്കുന്നവർക്ക് സർക്കാർ നിലവാരത്തിലുള്ള ശമ്പളമാണ് കൊടുക്കുന്നത്, അല്ലാതെ ഡെയിലി വേജസും അര പൈസയൊന്നുമല്ല കൊടുക്കുന്നത്. സർക്കാർ ശമ്പളത്തിൽ പുതിയ വാഹനങ്ങൾ വാങ്ങി, സിമുലേറ്റർ വാങ്ങി, ഡ്രൈവിംഗ് പഠിപ്പിച്ച് ദിവസങ്ങൾ ലേണേഴ്സിന് മുമ്പ് തന്നെ ക്ലാസ്സുകളെടുത്ത്, തിയറി ക്ലാസ്സുകളെടുത്ത് എല്ലാം ബോധവൽക്കരിച്ച് ഡ്രൈവിംഗ് പഠിച്ച കുട്ടികൾ സ്വന്തം വണ്ടി ഓടിച്ച് പുറത്തേക്ക് പോയ കാഴ്ച കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കണ്ടതാണ്. അതാണ് ഡ്രൈവിംഗ് കൾച്ചർ എന്ന് പറയുന്നത്. ആ ഒരു കൾച്ചർ പഠിപ്പിക്കാതെ എന്തെങ്കിലും തരത്തിലൊരു ലൈസൻസ് തട്ടിക്കൂട്ടി വെച്ച് കൊടുത്തിട്ട് അവരെ നിന്ന് പൈസ വാങ്ങുക. സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്നുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ. ഇത് പറയുമ്പോൾ ആരെന്തെങ്കിലും സമരം ചെയ്താലും എതിർത്താലും ഞാൻ പറയാനുള്ള പറയും, അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ മന്ത്രിയായി വന്നപ്പോൾ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഡ്രൈവിംഗ് ലൈസൻസ് സ്ട്രിക്റ്റായി, വിദേശ രാജ്യങ്ങളുള്ളതുപോലെ സ്ട്രിക്റ്റായി. ഞാൻ കേന്ദ്രമന്ത്രിയുമായി നിതിൻ ഗഡ്കരി അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് സ്ട്രിക്റ്റ് ആക്കുകയും പരിശോധനകളിൽ 50% വിജയം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ നല്ല കാര്യമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇന്ത്യയിൽ ഇത്രയും സ്ട്രിക്റ്റായിട്ട് ലൈസൻസ് കൊടുക്കുന്ന ഒരു സംസ്ഥാനമില്ല. അത് പരാജയപ്പെടുത്താൻ ആരും ശ്രമിക്കേണ്ട. അതൊക്കെ ഒന്ന് ശരിയായാൽ മാത്രമേ അടുത്ത ഘട്ടത്തിലെങ്കിലും അടുത്തൊരു കാലത്തിലെങ്കിലും നമുക്ക് നല്ലൊരു ഡ്രൈവിംഗ് കൾച്ചർ ഉണ്ടാവുള്ളൂ. നമ്മൾ നന്നായി മരണങ്ങൾ, നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ, ഒരു നിഷ്കളങ്കരായ നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുമ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ചെയ്യേണ്ട കാര്യമാണ്. റോഡുകളുടെ അപാകതയുണ്ട്. റോഡുകളിൽ അശ്രദ്ധമായി വണ്ടി പാർക്ക് ചെയ്യുക, പിന്നെ കടകൾ റോഡിൽ ഇറക്കി വയ്ക്കുക. റോഡിൻ്റെ അടുത്ത് നിന്ന് ടാറിട്ട റോഡിൻ്റെ അടുത്ത് നിന്ന് നിർബന്ധമായും കടകൾ മാറ്റി വയ്ക്കണമെന്ന് നമ്മൾ പറഞ്ഞാൽ ഉടനെ രാഷ്ട്രീയ സമരം ആരംഭിക്കും. എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയേണ്ട പല കാര്യങ്ങളും ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കാറുണ്ട്. ഈ റോഡിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന കടകളെന്ന് അപകടകരമായിരിക്കുന്ന കടകളും കെട്ടിടം പണിയാനുള്ള സാധനങ്ങൾ ഇറക്കുന്നത് നിരോധിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന ഉത്തരവ് ഈ രാജ്യത്ത് വന്നു. നമ്മൾ സത്യസന്ധമായിട്ട് പറയാം, മന്ത്രിയാണ് പറയുന്നത് ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ശക്തമായ ഇടപെടലല്ലാതെ
ഞാനിതിനകത്ത് ഒരു പരിഹാരവും കാണുന്നില്ല. കാരണം ആര് PWD വകുപ്പുകാർ ഇടരുത്, അവിടെ റോഡിൽ സാധനം ഇറക്കരുതെന്ന് പറഞ്ഞാൽ അവർക്ക് ഉദ്യോഗസ്ഥന് തട്ടുകിടന്നുള്ളതല്ലാതെ ആരും ഒന്നും ചെയ്യില്ല. പക്ഷേ ഈ പല കാര്യങ്ങളും കേരളത്തിൽ നിരോധിച്ചതുപോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു സ്വമേധയാ ഇടപെടൽ വന്നാൽ എല്ലാ പാർട്ടിക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും ഇത് നമ്മുടെ രാഷ്ട്രീയമല്ല. നമ്മൾ തദ്ദേശീയമായി ഒരു കട വെച്ചിരിക്കുകയാണ് റോഡിൽ. അയാളെ ഒഴിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ തർക്കങ്ങളോ അടുത്ത ഇലക്ഷൻ വോട്ട് കിട്ടണം എന്നുള്ള സംഭവം അല്ല ഇതിൻ്റെ പ്രധാനം. മാറി തന്നെയാണ് റോഡിൽ നിന്ന് കച്ചവടങ്ങൾ മാറ്റണം. പണ്ട് കൊച്ചിയിലെ നഗരത്തിൽ ഇതുപോലൊരു ഡ്രൈവ് ഉണ്ടായി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വളരെ ഫലപ്രദമായി അത് നടന്നു. അതുപോലെ കേരളം മുഴുവൻ ഉണ്ടാകണം. റോഡിൽ വഴി നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. റോഡിൽ വീട് പണി സാധനങ്ങൾ കട്ടയൊക്കെ ഇറക്കി വെച്ച് കാലിൽ പാറയൊക്കെ ഇറക്കിയിട്ട് ഫൈനുണ്ട്. എവിടെയാണ് ഈ ഫൈൻ അടിക്കുന്നത്? ആരാണ് അടയ്ക്കുന്നത്? അതൊക്കെ ഉണ്ടാകണം. നിയമമില്ലാത്തതുകൊണ്ടല്ല, നിയമമുണ്ട്, അത് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും KB ഗണേഷ് കുമാർ ചില പരിഷ്കാരങ്ങളെ കൊണ്ടുവന്നപ്പോൾ ചില സമ്മർദ്ദ ഗ്രൂപ്പുകളൊക്കെ ഇടപെട്ടിരുന്നു. പക്ഷേ അവരൊക്കെ നിശബ്ദമായി തുടങ്ങി. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ TN ശേഷൻ്റെ കാലം മുതലേ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ധീരമായ തീരുമാനങ്ങളുമായി വളരെ സുതാര്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ശക്തിക്കും അദ്ദേഹത്തെ പിന്നോട്ട് വലിക്കാൻ കഴിയില്ല. താങ്കൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. ശവക്കുഴിയിൽ കയറി കിടന്നാൽ കുറച്ച് കഴിഞ്ഞ് നേരം വെളുക്കുമ്പോഴത്തേന് എഴുന്നേറ്റ് പോയിക്കോളും, അതൊന്നും പ്രശ്നമില്ല. താങ്കളുടെ ഒരു കാര്യം കൂടി ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മൾ തമ്മിൽ സംസാരിച്ച സീറോ ആക്സിഡൻ്റ് എന്ന് പറയുന്ന പ്രചാരണ പരിപാടി നാളെ രാവിലെ മുതൽ 24 ആരംഭിക്കുകയാണ്. താങ്കളുടെ സാന്നിധ്യത്തിൽ തന്നെ ഞാനിത് പറയുന്നു. മാത്രമല്ല കേരളത്തിലെ PWDയും അതുപോലെ ആഭ്യന്തര വകുപ്പും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ഗതാഗത വകുപ്പും സംയുക്തമായി ചേർന്ന് നമ്മുടെ റോഡിലെ ആക്സിഡൻറ്റുകൾ ഏതെങ്കിലും ഒരു ദിവസം സീറോയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമാണ് എൻ്റെ സ്വപ്നം. KB ഗണേഷ് കുമാർ. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇനിയും സംസാരിക്കേണ്ടി വരും. കാര്യം റോഡ് അപകടങ്ങൾ ഒറ്റ ദിവസം കൊണ്ടും തുടച്ചു മാറ്റാൻ കഴിയില്ല. താങ്ക് യു ശ്രീ KB ഗണേഷ് കുമാർ ഈ മോർണിംഗ് ഷോയിൽ ചേർന്നതിന്. വിശദമായി KB ഗണേഷ് കുമാർ സംസാരിക്കുകയായിരുന്നു പല കാര്യങ്ങളെക്കുറിച്ചും. അദ്ദേഹത്തിന് ഇതിൽ വളരെ ദീർഘമായ സമീപനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ഒരു ഡ്രൈവിംഗ് ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പല പരിഷ്കാരങ്ങളും കേരളത്തിലെ അപകടങ്ങൾ കുറയ്ക്കാൻ കാരണമാകും എന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു പുതിയ റോഡ് സംസ്കാരം രൂപപ്പെടുത്താൻ നമ്മൾ ഈ കണ്ടിരിക്കുന്ന പ്രേക്ഷകരും, പ്രത്യേകിച്ച് കേരളത്തിൽ വണ്ടി ഓടിക്കുന്നവരും വഴി യാത്രക്കാരും അങ്ങനെ ഈ റോഡിലേക്ക് സാധനങ്ങൾ ഇറക്കി വയ്ക്കുന്നവരും വണ്ടിയിൽ പോകുന്നവരും ഒക്കെ ശ്രമിക്കുക. നമുക്കിത്രയും അപകടങ്ങൾ താങ്ങാനുള്ള കരുത്തി കൊച്ചു കേരളത്തിനില്ല എന്ന് ദയവ് ചെയ്ത് തിരിച്ചറിയുക.